ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലേക്ക് നാളെ മുതൽ കടക്കുകയാണ്. നല്ല പിന്തുണ മാധ്യമങ്ങളിൽ നിന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി പ്രത്യേകിച്ചും ഈ ക്യാമ്പയിന് കിട്ടുന്നുണ്ട് എന്നത് സന്തോഷത്തോടെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മാധ്യമങ്ങൾ ഇതുവരെ നൽകിയിട്ടുള്ള ആ നല്ല പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയാണ് നമ്മൾ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ആ ഘട്ടത്തിലും ഈ പിന്തുണ കൂടുതൽ ശക്തമായിട്ടുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം കുറവുകൾ ചൂണ്ടിക്കാണിക്കുകയും ആവാം. പൊതുവിൽ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി ഏറ്റെടുത്തിട്ടുള്ള ക്യാമ്പയിനാണ് മാലിന്യമുക്ത നവകേരളം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് അനേകം യോഗങ്ങളാണ് ഇതിനുവേണ്ടി വിളിച്ചു ചേർത്തത്. 2 തവണ സർവകക്ഷി യോഗം തന്നെ മുഖ്യമന്ത്രി വിളിച്ചു. പിന്നെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങി എല്ലാ വിഭാഗം ആളുകളുടെയും യോഗം മുഖ്യമന്ത്രി തലത്തിൽ തന്നെ വിളിക്കുകയുണ്ടായി. ഇപ്പൊ ഗവൺമെന്റ് ഇതിന് കൊടുക്കുന്ന പ്രാധാന്യമാണിത് കാണിക്കുന്നത്. എല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് അണിനിരത്തി ഒരു തരത്തിലുള്ള വേർതിരിവോ ഭേദചിന്തയോ ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ആ നിലയിലുള്ള പിന്തുണ തന്നെ പൊതുവിൽ കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോ 1 മുതൽ 7 വരെ ഒരാഴ്ച ഇതിന്റെ ഭാഗമായി പ്രത്യേകമായി ഒരു പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് എടുക്കുന്നത്. അത് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണമാണ്. ഇപ്പൊ വലിയ മാറ്റം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ, പ്രത്യേകിച്ച് ബ്രഹ്മപുരം സംഭവത്തിന് ശേഷം മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിലാകെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മാറ്റം കണക്കുകളിൽ നിന്ന് വ്യക്തവുമാണ്. ഇപ്പൊ 2023 മാർച്ചിൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വാതിൽപ്പടി ശേഖരണം 47% മാത്രമായിരുന്നു. ഇപ്പൊ അത് 87% വർദ്ധിച്ചു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ 100% വാതിൽപ്പടി ശേഖരണത്തിൽ എത്താൻ പറ്റും. ഇതൊരു വലിയ മാറ്റമാണ്. തുടക്കത്തിൽ വലിയ എതിർപ്പും പ്രതിരോധവും ഒക്കെ ഉണ്ടായിരുന്നതാണ് ഹരിതകർമ്മസേന വാതിൽപ്പടി ശേഖരണത്തിനെതിരായിട്ട്. എന്നാൽ നമ്മുടെ ക്യാമ്പയിന്റെ ഫലമായി, എല്ലാവരുടെയും പിന്തുണയുടെ ഫലമായി അതിനെയൊക്കെ ഇപ്പൊ മറികടക്കാൻ കഴിഞ്ഞു. നമ്മൾ 100% എത്താൻ നിൽക്കുകയാണ്. യൂസർ ഫീ കളക്ഷന്റെ കാര്യത്തിലും ഈ പുരോഗതി കാണാം. 34.90% മാത്രമായിരുന്നു 2023 യൂസർ ഫീ കളക്ഷൻ. ഇപ്പൊ അത് 72% കൂടി. നേരിട്ട് ഹരിതകർമ്മസേനയ്ക്ക് കിട്ടുന്നതാണ്. അല്ലാത്തത് നമുക്ക് നിയമ ഭേദഗതിയുടെ ഭാഗമായിട്ട് പ്രോപ്പർട്ടി ടാക്സിന്റെ കൂടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിരിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. മിനി MCFകൾ ഓരോ വാർഡിലും അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിക്കാനും സംഭരിക്കാനുമുള്ളതാണ് മിനി MCF. 7446 ഉണ്ടായിരുന്നത് ഇപ്പൊ 2024 നവംബർ 30 ആയപ്പോഴേക്കും 19447 കൂടി. ഇരട്ടിയിലധികമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. MCF ഒരു തദ്ദേശ സ്ഥാപനത്തിൽ 1 എന്നാണ്. അത് 1260 ഉണ്ടായിരുന്നത്. ഇപ്പൊ 1323 വർദ്ധിച്ചു. അതായത് ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ 1-ൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 1323 MCFകൾ. RRF ബ്ലോക്കിൽ 1 അത് 87 2023 മാർച്ചിൽ ഉണ്ടായിരുന്നത്. ഇരട്ടിയിലധികമായി ഇപ്പൊ 190 ബ്ലോക്ക് അടിസ്ഥാനത്തിൽ മാലിന്യം തരംതിരിച്ച് നീക്കം ചെയ്യുന്നതിനുള്ളതാണ്. 1-ാം ഘട്ടം പ്രൈമറി സെഗ്രിഗേഷൻ MCFൽ നടക്കും. സെക്കൻഡറി സെഗ്രിഗേഷൻ RRFൽ നടക്കും. അത് ആ ഫെസിലിറ്റി ഇരട്ടിയാക്കിയിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ എണ്ണത്തിൽ 4000-ലധികം പേരുടെ വർധനവ് ഈ കാലയളവിൽ നമുക്കുണ്ടായി. അതുപോലെ ക്ലീൻ കേരള കമ്പനി ശേഖരിച്ച മാലിന്യം 30,217 ടൺ എന്നത് 39,850 ടണ്ണായിട്ട് മാറി. 9,000 ടണ്ണിന്റെ വർധനവുണ്ടായി ക്ലീൻ കേരള കമ്പനി ശേഖരിക്കുന്നതിൽ. ഹരിതകർമ്മസേനയ്ക്ക് ക്ലീൻ കേരള കമ്പനി നൽകിയ തുക 4.93 കോടിയിൽ നിന്ന് 6.34 കോടിയായിട്ട് വർദ്ധിച്ചു. ക്ലീൻ കേരളയുടെ ഈ സംഭരണ സംവിധാനം, സൗകര്യം, അതും ഗണ്യമായി വർദ്ധിച്ചു. 87,300 സ്ക്വയർ ഫീറ്റ് ആണ് ഉണ്ടായിരുന്നത്. അതിപ്പോ
2,28,364 സ്ക്വയർ ഫീറ്റ് ആയിട്ട് കൂടി. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 ഇരട്ടി വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 87,000-ൽ നിന്ന് 2,28,000 അത് കൂടി. ഡിജിറ്റൽ വിന്യാസം അതും ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പൊ ഹരിതമിത്രം ആപ്പ് നമ്മൾ ഇതിനുവേണ്ടി വികസിപ്പിച്ചതാണ്. 11.24 ലക്ഷം പേരാണ് 2023 മാർച്ചിൽ ഇത് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് 85.66 ലക്ഷം വീടുകൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ക്യാമറ നേരത്തെ 2023 മാർച്ചിൽ എവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 3517 കേന്ദ്രങ്ങളിൽ ക്യാമറ സർവൈലൻസ് നമുക്ക് ഏർപ്പെടുത്താൻ കഴിഞ്ഞു. എൻഫോഴ്സ്മെന്റ് നടപടികൾ 1138 നടപടികൾ സ്വീകരിച്ചത് 2023. ഇപ്പത് 49,108 കൂടി. ഇനിയും വർദ്ധിപ്പിക്കണം എന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. ഇപ്പോഴും പ്രധാനമായിട്ട് എൻഫോഴ്സ്മെന്റ് നടക്കുന്നത് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ അക്കാര്യത്തിൽ കുറച്ചുകൂടി പ്രൊആക്റ്റീവ് ആവണം എന്നതാണ് ഗവൺമെന്റ് കാണുന്നത്. 2.9 ലക്ഷം രൂപ മാത്രം 2023 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ പിഴ ചുമത്തിയപ്പോൾ ഇപ്പത് 5.15 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അപ്പൊ എൻഫോഴ്സ്മെന്റിൽ ഉണ്ടായിട്ടുള്ള വർധനവാണിത് കാണിക്കുന്നത്. മാലിന്യക്കൂനകൾ ഡംസൈറ്റ് ഇല്ലാത്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനത്തിലും നല്ല പുരോഗതി ഉണ്ടായി. 24 കേന്ദ്രങ്ങൾ ബയോ റെമഡിയേഷൻ വഴി പൂർണ്ണമായും വീണ്ടെടുത്തു. ഡംസൈറ്റുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. 24 3.57 ലക്ഷം ടൺ മാലിന്യം നീക്കം ചെയ്തു. 10 സ്ഥലത്ത് ബയോ റെമഡിയേഷൻ പ്രവർത്തനം പുരോഗമിക്കുന്നു. 25 കേന്ദ്രങ്ങളിൽ ഉടൻ ആരംഭിക്കും. അപ്പോൾ 59 മാലിന്യക്കൂനകൾ, അതിൽ 24 ഇല്ലാതായി, 10 ഇപ്പോ ബയോ റെമഡിയേഷൻ നടക്കുന്നു. ബാക്കി 25 അടുത്ത വർഷമാവുമ്പോഴേക്കും, ഈ മാർച്ച് 30 അടുത്ത വർഷമാവുമ്പോഴേക്കും മാലിന്യക്കൂനകളില്ലാത്ത, അടുത്ത പുതുവർഷമാവുമ്പോഴേക്കും നമുക്ക് കേരളം മാലിന്യക്കൂനകളില്ലാത്ത സംസ്ഥാനമാക്കിയിട്ട് മാറ്റാൻ കഴിയും. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ഖരമാലിന്യ പരിപാലനത്തിന് 641 പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു. സാനിറ്ററി മാലിന്യ സംസ്കരണത്തിന് വേണ്ടി മാത്രം 50 പ്ലാന്റുകളുടെ പ്രോജക്റ്റ് ഇപ്പോൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. RDF പ്ലാന്റ് 9. കണ്ടെയ്നർ MCFകൾ 217 യൂണിറ്റ് പുതുതായിട്ട്. 3500 ഉദ്യോഗസ്ഥർക്ക് എൻഫോഴ്സ്മെന്റിന് വേണ്ടി മാത്രം പ്രത്യേക പരിശീലനം നൽകി കൈപ്പുസ്തകം തയ്യാറാക്കിയിട്ട് അവരെ വിന്യസിച്ചിട്ടുണ്ട്. 3500 പേർക്ക്. ഒറ്റ വാട്സാപ്പ് നമ്പർ, ഒരു പൊതു വാട്സാപ്പ് നമ്പർ പൊതുജനങ്ങൾക്ക് സംബന്ധിച്ച് പരാതി നൽകാൻ വേണ്ടിയിട്ട് 3 മാസം മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. 9446700800. അതില് 2170 പരാതികൾ ലഭിച്ചു. 1131 പരാതികൾ പരിഹരിച്ചു. ഇത്രയും പുരോഗതി നമുക്ക് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഉണ്ടായി. പക്ഷെ അത് പറയുമ്പോഴും ഈ പുരോഗതി പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ തെരുവിൽ നോക്കിയാൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അതിന്റെ പ്രധാന കാരണം ഇത്രയും സംസ്കരണോപാധികൾ, കലക്ഷൻ, നീക്കം ചെയ്യൽ ഒക്കെ നടക്കുമ്പോഴും ദൈനംദിനം എന്നതുപോലെ വലിച്ചെറിയുകയാണ്. ഈ വലിച്ചെറിയൽ എന്നത് ഒരു സംസ്കാരശൂന്യമായിട്ടുള്ള ഒരു ഏർപ്പാടായിട്ട് നമ്മൾ കാണുകയും അതിനെ തടയാൻ എല്ലാ തരത്തിലുള്ള മാർഗവും സ്വീകരിക്കണം. ഇപ്പൊ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരം സംഘടിപ്പിക്കുന്നത്. ആ ഒരാഴ്ച കൊണ്ട് തീരുന്നതാണല്ല ഈ ദൗത്യം. പക്ഷെ ഈ ഒരാഴ്ച ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പ്രാദേശികമായ ജനകീയ സമിതികളുടെ നേതൃത്വത്തിലും ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തും. വീടുകൾ, കടകൾ, സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ കയറി ബോധവൽക്കരണം നടത്തും. അവനവന്റെ കൈവശമുള്ള പാഴ്വസ്തുക്കൾ, അത് വെള്ളക്കുപ്പിയാവാം, പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ആവാം, ഇതെല്ലാം ആവശ്യം കഴിഞ്ഞാൽ കണ്ടെടുത്ത് വലിച്ചെറിയുന്നത് ഒരു സംസ്കാരശൂന്യമായ സമീപനമാണ്. കേരളം പോലൊരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കുന്നതല്ല എന്ന ബോധം സൃഷ്ടിക്കാൻ, അവബോധം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണം കൊണ്ട് മാത്രം ബോധം വീഴുമെന്ന തെറ്റിദ്ധാരണയും നമുക്കുണ്ടായിക്കൂടാ. കാരണം പഴയ അനുഭവങ്ങളൊക്കെ അതാ കാണിക്കുന്നത്. ഇപ്പോൾ പുകവലി
പണ്ട് പൊതുസ്ഥലത്ത് പുകവലി പതിവായിരുന്നു. അത് ബോധവൽക്കരണം കൊണ്ടോ പ്രസംഗങ്ങൾ കേട്ടിട്ടോ നിർത്തിയതല്ല. ഹൈക്കോടതി വിധി വന്നു. വിധി പോലീസ് നടപ്പാക്കാൻ ശക്തമായിട്ട് രംഗത്തിറങ്ങി. പോലീസ് വേട്ടയാടി പിടിക്കാൻ തുടങ്ങി പുകവലിക്കുന്നവരെ. അപ്പോഴാണ് അത് അവസാനിച്ചത്. അതുകൊണ്ട് അതും നല്ല ധാരണ സർക്കാരിനുണ്ട്. ശക്തമായ നടപടികൾ വേണ്ടിവരും. ശക്തമായ നടപടി വരുമ്പോൾ എതിർപ്പും വരും, സ്വാഭാവികമാണ്. അതിപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിലാണ് പ്രധാനമായിട്ടും മാധ്യമങ്ങളുടെ പിന്തുണ വേണ്ടത്. നല്ല പിന്തുണ കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. ഇന്നലെ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഉണ്ടായി. മാതൃഭൂമി ഉൾപ്പെടെ, ദേശാഭിമാനി ഉൾപ്പെടെ എല്ലാ, കേരള കൗമുദി തുടങ്ങിയ എല്ലാ പത്രങ്ങളും, ഏറെക്കുറെ എല്ലാ പത്രങ്ങളും വളരെ കാര്യമായ പിന്തുണ തന്നെ ഇതിന് നൽകിയിട്ടുണ്ട്. അപ്പം ആ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശക്തമായ നടപടികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം ഇതിലിപ്പോൾ ഫൈൻ ചുമത്തുമ്പോൾ, കേസെടുക്കുമ്പോൾ, നടപടി സ്വീകരിക്കുമ്പോൾ ഒക്കെ പലതരത്തിലും എതിർപ്പ് വരും. ഇപ്പൊ പ്ലാസ്റ്റിക് സർവകക്ഷി യോഗത്തിൽ ഏകകണ്ഠമായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതാണ് നിരോധിത പ്ലാസ്റ്റിക്കിന്റെ വിൽപ്പന തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കണം. പക്ഷെ പലപ്പോഴും അങ്ങനെ നടപടി സ്വീകരിക്കുന്ന സമയത്ത് അതിനെതിരായിട്ട് എതിർപ്പ് വരാറുണ്ട്. പക്ഷെ ആ എതിർപ്പ് കണക്കിലെടുക്കുന്നില്ല. ശക്തമായ നടപടി സ്വീകരിക്കും. റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തിപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം അതിൻ്റെ ലഭ്യത തടയാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാദം ചിലർ ഉന്നയിക്കാറുണ്ട്, ഇത് ലഭിക്കുന്നത് കൊണ്ടല്ലേ വിൽക്കുന്നത്, അതുകൊണ്ട് അതല്ലേ തടയേണ്ടത്. അങ്ങനെ നമ്മൾ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ള തർക്കത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇതിൻ്റെ വിതരണം, വിൽപ്പന അത് ശക്തമായിട്ട് തടയുക തന്നെ വേണം. അതോടൊപ്പം ലഭ്യത തടയാനുള്ള നടപടി സ്വീകരിക്കും. ഇപ്പോൾ GST കൗൺസിലിൻ്റെ മുമ്പിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ധനകാര്യ വകുപ്പിൻ്റെ ശ്രദ്ധയിൽ അക്കാര്യം ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. അതായത് നിരോധിത പ്ലാസ്റ്റിക്കിൻ്റെ ആകെ GST ഏറ്റവും ഉയർന്ന നിരക്കിൽ ചുമത്തണം എന്നത്. ഇപ്പോൾ വിചിത്രമായിട്ടുള്ള കാര്യം അത് താഴ്ന്ന നിരക്കിലാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ മറ്റ് പലതിൻ്റെയും GST നിരക്ക് ഉയർന്നതായിരിക്കുകയും ഇതിൻ്റെ താഴ്ന്ന നിരക്കിൽ വെക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് 28% എന്ന പരമാവധി നിരക്കിലേക്ക് ഉയർത്തേണ്ടതാണ്. ഇപ്പോൾ കേരളം അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം തദ്ദേശ വകുപ്പ് നൽകിയിട്ടുണ്ട്. ധനകാര്യ മന്ത്രിയായിട്ടും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ അനുകൂലമായിട്ടാണ് അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ ഞാൻ പറഞ്ഞത്, എല്ലാ തരത്തിലുമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു. ഈ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം, ലഭ്യത, അത് കേരളത്തിലേക്ക് വരുന്നത്, ഇത് തടയാനും അതോടൊപ്പം വിൽപ്പന തടയാനുമുള്ള ശക്തമായ നടപടികൾ അത് ഒരു തരത്തിലുള്ള ഇളവുമില്ലാതെ തുടരാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പൊതുവിൽ സമൂഹത്തിന്റെ പിന്തുണ ഇതിനുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട എതിർപ്പുകളെ ഗൗനിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇതാണ് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കെ-സ്മാർട്ട് നടപ്പാക്കി, നഗരസഭകളിൽ കെ-സ്മാർട്ട് നടപ്പാക്കി നാളെ ഒരു വർഷം പൂർത്തിയാവുകയാണ്. അപ്പം അതിൻ്റെ നേട്ടങ്ങളും പങ്കുവയ്ക്കാൻ അതിയായിട്ടുള്ള സന്തോഷവും അഭിമാനവും സർക്കാരിനുണ്ട്. ഈ ഒരു വർഷം കേരളത്തിലെ 93 നഗരസഭകളിലായി ജനറേറ്റ് ചെയ്യപ്പെട്ട ഫയലുകൾ 2,27,72,193 വിശദമായിട്ടുള്ള റിലീസ് എല്ലാവർക്കും തരുന്നുണ്ട്. 27,72,193 അതിൽ 20,74,540 അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതില് 1,49,553 ഫയലുകൾ അവധി ദിനങ്ങളിലാണ് ജീവനക്കാർ അപ്രൂവ് ചെയ്തത്. 1,49,553 ഫയലുകൾ അവധി ദിനങ്ങളിലാണ് അപ്രൂവ് ചെയ്തത്. അതുപോലെ ഓഫീസ് അവേഴ്സിന് പുറത്ത് എന്ന് വെച്ചാൽ 10 to 5 സമയം കഴിഞ്ഞ ശേഷം അപ്രൂവ് ചെയ്ത ഫയലുകൾ 7,25,902 7,15 ലക്ഷം ഫയലുകൾ രാവിലെ 10 മണിക്ക് മുമ്പും വൈകുന്നേരം 5 മണിക്ക് ശേഷവുമായിട്ട് ആണ് അപ്രൂവ് ചെയ്തത്. അപ്പം ഇത് കാണിക്കുന്നത് ഈ
കെ സ്മാർട്ട് നടപ്പാക്കിയതോടുകൂടി ഡിജിറ്റൽ ഗവേണൻസ് ഓൺലൈൻ സേവനങ്ങൾ ഉറപ്പാക്കിയതോടുകൂടി 10 to 5 എന്ന ഓഫീസ് സമയം തന്നെ നമുക്ക് പുനർനിർവചിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 10 to 5 മാത്രമല്ല ഇപ്പോൾ ജീവനക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവധി ദിനങ്ങളിൽ പ്രവർത്തിക്കുന്നു, ഓഫീസ് സമയത്തിന് ശേഷം പ്രവർത്തിക്കുന്നു, അപ്പോൾ ഒക്കെ ഫയൽ അപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് വലിയ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 1 മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കിയ ഫയലുകളുടെ എണ്ണം, ഇതെല്ലാം നമുക്ക് കെ സ്മാർട്ടിൽ നിന്ന് ഈ ഡേറ്റ കിട്ടും. 4,72,250 ഫയലുകൾ 1 മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കിയതാണ്. ഫയൽ തീർപ്പാക്കലിലുണ്ടായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം നമുക്കിവിടെ കാണാൻ പറ്റും. 24 മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കിയ ഫയലുകൾ 9,12,845 9,12,845 ഫയലുകൾ ഒരു ദിവസത്തിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കിയതാണ്. ടോട്ടൽ ബർത്ത് രജിസ്ട്രേഷന്റെ 86% ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു കഴിഞ്ഞു. വന്ന അപേക്ഷകളിൽ 86%. ഡെത്ത് രജിസ്ട്രേഷന്റെ 93.5% സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. മാരേജ് രജിസ്ട്രേഷന്റെ 85.7% സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞു. 48,865 വിവാഹ രജിസ്ട്രേഷനുകളാണ് നഗരസഭകളിൽ ഈ ഒരു കൊല്ലം കൊണ്ട് നടന്നത്. അതിൽ 15,487 വീഡിയോ കോൾ വഴി നടന്ന രജിസ്ട്രേഷനാണ്. അതായത് പഴയ പ്രശ്നം എന്താ, വധുവും വരനും ഒരുമിച്ച് പോകണമെന്നതാണ്. ഇപ്പോൾ ആ പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്ന് ഓർക്കുന്നുണ്ട്, വധു മാനന്തവാടിയിലും വരൻ കാനഡയിലും ഇരുന്ന് വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത്. ആദ്യത്തെ വിവാഹ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് അരമണിക്കൂറിനുള്ളിൽ കിട്ടിയത് ഞാൻ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. നിങ്ങളെല്ലാം വാർത്തയാക്കി. അന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ഒരുപാട് പേര് അതിനടിയിൽ ദോഷകൃത്തുക്കൾ ധാരാളം പേരുണ്ടല്ലോ, അവർ പറഞ്ഞത് സെലിബ്രിറ്റി വിവാഹമായതുകൊണ്ടാണ് എന്ന്. അന്ന് ഞാൻ മറുപടി പറഞ്ഞു, സോഫ്റ്റ്വെയറിന് സെലിബ്രിറ്റിയെ തിരിച്ചറിയാൻ പറ്റില്ല. സോഫ്റ്റ്വെയറിന് വേറൊരു ഗുണം കൂടിയുണ്ട്, കൈക്കൂലി വാങ്ങിയ ചരിത്രം ഇതുവരെ ഇല്ല. അപ്പോൾ ആ 2 കാര്യത്തിലും വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15,487 വിവാഹ രജിസ്ട്രേഷൻ വീഡിയോ KYC വഴിയാണ് നടന്നിട്ടുള്ളത്. അത് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്തതാണ്. മറ്റൊരിടത്തും ഈ സൗകര്യം ലഭ്യമല്ല എന്നാണ് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ്. ഞാൻ എല്ലാ കണക്കുകളും ഇവിടെ പറയുന്നില്ല. ഇപ്പൊ ലൈസൻസ് അപ്ലിക്കേഷൻ 44,572 വന്നു. 33,575 ലൈസൻസുകൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. റിന്യൂവൽ അപ്പൊ തന്നെ അപേക്ഷിച്ചാൽ തന്നെ കിട്ടുന്നതാണ്, 1,93,503. അതുപോലെ 20 സെക്കൻഡിനുള്ളിൽ അപ്രൂവ് ചെയ്ത ബിൽഡിംഗ് പെർമിറ്റ് 20,410. നഗരസഭകളുടെ മാത്രം കണക്കാണ്. 20 സെക്കൻഡിനുള്ളിൽ ബിൽഡിംഗ് പെർമിറ്റ് ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു അവലോകന യോഗത്തിൽ സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ഫോൺ തുറന്നപ്പോൾ വാട്സാപ്പിൽ വന്നൊരു മെസ്സേജ് ഒരു നഗരസഭയെക്കുറിച്ചാണ്. ആ നഗരസഭയിൽ ഒരിക്കലെങ്കിലും കയറിയ ഒരാൾക്ക് പന്നിപ്പടക്കം എറിയാതെ തിരിച്ചു പോരാൻ തോന്നില്ല എന്നാണ്. അത് മന്ത്രിയായ ഉടനെയാണ്. ഇത് അതിലൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 20,410 20 സെക്കൻഡിനുള്ളിലാണ്. 7 വർക്കിംഗ് ഡേയ്സിനകത്ത് വലിയ ബിൽഡിങ്ങുകളുടെ, കാരണം ഇത് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ആണ്. 20 സെക്കൻഡിൻ്റെതെന്ന് പറഞ്ഞാൽ സെൽഫ് സർട്ടിഫൈഡ് ആണ്. കെ സ്മാർട്ടിലെ റൂൾ എഞ്ചിൻ വെച്ച് പ്ലാൻ ചട്ടപ്രകാരമാണോ റൂൾ പ്രകാരമാണോ എന്ന് സിസ്റ്റം തന്നെ പരിശോധിച്ച് കൊടുക്കുന്നതാണ്. എന്നാൽ വലിയ ബിൽഡിങ്ങിൻ്റെത് അത് പറ്റില്ല. അത് 7 വർക്കിംഗ് ഡേ കൊണ്ട് 15,827 പെർമിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നഗരസഭകളുടേത് മാത്രമാണ് ഈ കണക്ക്. അപ്പം ഈ കണക്കുകൾ കാണിക്കുന്നത് കെ സ്മാർട്ട് കേരളത്തിലെ നഗരഭരണത്തെ, മുനിസിപ്പൽ സേവനങ്ങളെ സ്മാർട്ടാക്കി മാറ്റി എന്നതാണ്. അപ്പോൾ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇത് പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. ഏപ്രിൽ 1 പഞ്ചായത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നാളെ മുതൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്, കരകുളം ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ട്രയൽ റൺ ആരംഭിക്കും. പൈലറ്റ് റൺ നമ്മൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു.
അപ്പം ഇതാണ് ഇതിൽ ഒട്ടേറെ ഈ സേവനം വേഗത്തിലാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇപ്പം ഇതിൽ നോ യുവർ ലാൻഡ് പോലുള്ള ഫീച്ചറുകൾ ഇതിനകത്തുണ്ട്. അപ്പം അതായത് ഏത് ഭൂമിയിലാണ് നിർമ്മാണ പ്രവർത്തനം സാധ്യമാവുക, ഓരോ ഭൂമിയിലും നിർമ്മാണ പ്രവർത്തനത്തിനുള്ള നിയന്ത്രണങ്ങൾ എന്തൊക്കെയെന്ന് മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ആളുകൾ അബദ്ധത്തിൽപ്പെടുന്ന സാഹചര്യം, ഇപ്പോൾ CR സെറ്റ് പോലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ, എയർപോർട്ട് സോൺ, പല നിയന്ത്രണങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഭൂമി വാങ്ങി ഇതറിയാതെ വാങ്ങി ചതിയിൽപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ ഒരു വിപ്ലവകരമായിട്ടുള്ള ഉപയോഗമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ്, കോൺഫിഗറേഷൻ മൊഡ്യൂൾ, ഇതെല്ലാം ഇപ്പോൾ മീറ്റിംഗ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള മൊഡ്യൂളുകളെല്ലാം ഇപ്പോൾ തന്നെ ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. നികുതി നമുക്ക് ഇതുവഴി അടയ്ക്കാം, പേയ്മെന്റ് മുഴുവൻ അടയ്ക്കാം. അപ്പം അതിൻ്റെയും ഒരു കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. 1759 കോടി ഓൺലൈൻ പേയ്മെന്റ് നഗരസഭകൾക്ക് വന്നത് ഓൺലൈൻ മുഖേനയാണ്. 1750 കോടി. ഇപ്പോൾ K-സ്മാർട്ട് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇപ്പോൾ തന്നെ പഞ്ചായത്തുകൾ വിന്യസിക്കാൻ തയ്യാറാണെങ്കിലും സാമ്പത്തിക വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ച് അത് നടപ്പാക്കിയാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നതുകൊണ്ടാണ് ഏപ്രിൽ 1 അത് മാറ്റിയിട്ടുള്ളത്. നാളെ മുതൽ ട്രയൽ റൺ ആരംഭിക്കും. അപ്പോൾ ഏപ്രിലോടുകൂടി ഇന്ത്യയിൽ തദ്ദേശ സേവനങ്ങൾ പൂർണ്ണമായിട്ടും ഓൺലൈൻ ആവുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള പ്രശ്നം, ഒരു മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ കയ്യിലുള്ള ഏതൊരാൾക്കും ലോകത്തെവിടെ ഇരുന്നും കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിൽ നിന്നോ കോർപ്പറേഷനുകളിൽ നിന്നോ പഞ്ചായത്തുകളിൽ നിന്നോ ലഭിക്കേണ്ട സേവനങ്ങൾ ലോകത്തെവിടെ ഇരുന്നും നേടാൻ കഴിയും. അതാണ് K-സ്മാർട്ട് എന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സേവനം ലഭിക്കും. അതൊരു വലിയ മാറ്റമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ജനക്ഷേമകരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് അതിനെ കാണുന്നത്. സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ട്രാൻസിഷനാണ്. ചില പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നഗരസഭകളുടെ കാര്യത്തിൽ അതെല്ലാം പൂർണ്ണമായിട്ടും നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൂടി വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. എന്നാലും ഏത് സംവിധാനം വരുമ്പോഴും അതിലും പഴുത് കണ്ടെത്തുന്ന വിദഗ്ധരുണ്ടാവുമല്ലോ. സേവനം വേഗത്തിലായി, അഴിമതിക്കുള്ള പഴുതുകൾ ഗണ്യമായിട്ട് അടയ്ക്കാൻ പറ്റി. പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ശ്രദ്ധയിൽ വന്നൊരു കാര്യം, ഒരു കെട്ടിടം ഡിമോളിഷനുള്ള അപേക്ഷ കൊടുത്തു. സാധാരണഗതിയിൽ ചട്ടപ്രകാരം ഇൻറ്റിമേഷൻ മതി, അനുമതിയുടെ ആവശ്യമില്ല. K-സ്മാർട്ടിൽ വന്ന അപേക്ഷ നോക്കി ഫോൺ നമ്പർ എടുത്ത് ഈ അപേക്ഷകനെ നേരിട്ട് വിളിച്ചു വരുത്തുകയും അയാളോട് വെള്ളക്കടലാസിൽ എഴുതി തരണമെന്നും, എന്നാലേ നിങ്ങൾക്ക് അനുമതി, ഇദ്ദേഹത്തിന് അറിയില്ല അനുമതി ആവശ്യമില്ല എന്നുള്ള കാര്യം. പലതവണ നടത്തിച്ചപ്പോൾ പരാതി എൻ്റെ മുമ്പിൽ വന്നു, ഇടപെട്ട പുടം കൊടുത്തു. അങ്ങനെയുള്ള സൂത്രക്കാരും കൗശലക്കാരും ഇപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ കാണണം. പക്ഷേ അവർക്കും ഇത് അധികകാലം തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. ഓൺലൈനായിട്ട് ഫയൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓരോരുത്തരും എത്ര ദിവസം ഫയൽ കൈവശം വെച്ചിരിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയും. അത് മോണിറ്റർ ചെയ്യുന്നതിന് IVOമാരെ, നമ്മുടെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തും. ഒരു IVOയ്ക്ക് ഇത്ര തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ ചുമതല കൊടുക്കും. അവരുടെ ജോലി ഇത് മാത്രമായിരിക്കും, ഫയൽ മോണിറ്ററിങ്. അനാവശ്യമായിട്ട് ഫയൽ ആരാണോ കയ്യിൽ വെച്ച് കാലതാമസം ഉണ്ടാക്കുന്നത്, അസാധാരണമായിട്ടുള്ള കാലതാമസം ഉണ്ടാക്കുന്നതിന് വേറെ താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും കാണുമല്ലോ, അപ്പം അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടാക്കും. അപ്പം പൂർണ്ണമായും അഴിമതി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിലൊരു നല്ല പുരോഗതി ഇപ്പോൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി ഞാൻ അവകാശപ്പെടുന്നില്ല, കുറച്ചുകൂടി സമയമെടുക്കും അക്കാര്യത്തിൽ, പക്ഷെ നല്ല മാറ്റം ഉണ്ടാക്കാനായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം നാളെ K-സ്മാർട്ടിൻ്റെ 1ാം വാർഷികമാണ്. നാളെ മുതൽ ഈ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പുതിയ ഘട്ടമാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ദൈനംദിനം എന്നോണം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളോട്
റിവിഷന് അവസരം കൊടുത്തിരുന്നു. അവർ അംഗീകരിച്ച പദ്ധതിയിൽ റിവിഷൻ വരുത്തി ബിന്നുകൾക്കുള്ള പ്രൊവിഷൻ അതിനുവേണ്ടി മാത്രം മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് വേണ്ടി റിവിഷൻ അനുവദിച്ചിരുന്നു. ബിന്നുകൾ പ്രത്യേകം, ബിന്ന്, ക്യാമറ, ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും നിഷ്കർഷിച്ചിരുന്നു. അതിൻ്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. വലിച്ചെറിയരുത് എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് ബിന്ന് വേണം തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇത് എവിടെ നിക്ഷേപിക്കുക എന്നുള്ള പ്രശ്നം വരുന്നുണ്ടല്ലോ. അത് ബിന്ന് വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? ബിന്നിൽ വരുന്ന മാലിന്യത്തിൻ്റെ മാനേജ്മെൻറ്റ്, അതെങ്ങനെ ബിൻ മാനേജ്മെൻറ്റ് എന്നത് അതും ഗവൺമെൻറ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബിന്നിൽ പലപ്പോഴും ആൾക്കാർ ഒന്നിച്ചാണ് ഇടുക. കാരണം നമ്മുടെ നാട്ടിൽ അത്രയും ഉയർന്ന പൗരബോധമൊന്നും വന്നിട്ടില്ല. പ്രത്യേകം ഇടുക എന്നൊക്കെ ചിലപ്പോൾ പ്രായോഗികമാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ജൈവ മാലിന്യം നമ്മുടെ കമ്മ്യൂണിറ്റി തല തുമ്പൂർ മൊഴികൾ പോലുള്ള സംവിധാനങ്ങൾ വഴി സംസ്കരിക്കാനും അജൈവ പാഴ്വസ്തുക്കൾ മിനി MCF വഴി സെഗ്രിഗേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്യാനുമാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഒരു പഠനം ഞങ്ങൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് നടത്തിയിരുന്നു. അപ്പോൾ കണ്ടിട്ടുള്ളത് ബിന്നിൽ വലിയ തോതിൽ മാലിന്യം വരുന്നില്ല എന്നാണ്. 6% മൊത്തം മാലിന്യത്തിൻ്റെ 6% മാത്രമേ ബിന്നുകളിൽ വരുന്നുള്ളൂ എന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് ബിന്നിൽ ഇല്ലെങ്കിൽ അത് എവിടെ വരും? റൂട്ടിൽ വരും. അപ്പം അതൊരു വളരെ അരോചകമായിട്ടുള്ള സ്ഥിതി ഉണ്ടാക്കും. ബിന്ന് വെക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ അത് കൊച്ചിയിലൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. 2-3 പെളവള്ളി പഞ്ചായത്തിൻ്റെ ഒരു നല്ല മാതൃകയുണ്ട്. അവർ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു തദ്ദേശീയ സാങ്കേതിക വിദ്യ എന്ന് പറയാം. 30 ലക്ഷം രൂപയോ മറ്റാണ് അവർക്ക് ചിലവ് വന്നത്, ഡയപ്പറുകൾ ഇൻസിനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ കണക്ക് പറഞ്ഞെന്നാണ് തോന്നുന്നത്. സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ 50 പ്രോജക്റ്റ് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഈ 50 പ്രോജക്റ്റുകൾ നമുക്ക് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സാനിറ്ററി മാത്രമല്ല, സാനിറ്ററി സ്പെഷ്യൽ വേസ്റ്റ്, ഇപ്പോൾ മുടി മാലിന്യം തുടങ്ങിയിട്ടുള്ളവ അത് പ്രത്യേകമായി തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ ക്യാമ്പയിൻ പീരീഡിൽ കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് വേസ്റ്റ്, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ് ആണുള്ളത്. അത് കുറച്ചുകൂടി സമയം നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് ഓരോ മേഖലയും പ്രത്യേകം സർക്കാർ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു കമ്മിറ്റിയെ വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത്. ആ ഗൗരവം കണ്ടിട്ടാണ് ഇപ്പം തന്നെ ഏജൻസിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു കമ്മിറ്റിയെ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ട്. തദ്ദേശ വകുപ്പിൻ്റെ വിവിധ ഏജൻസികളെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റികൾ ഇപ്പോൾ ഉള്ള ഈ സംവിധാനത്തിൽ ഇപ്പം നമ്മൾ അക്രഡിറ്റഡ് ഏജൻസികൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ശുചിത്വ മിഷൻ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അവരുമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കരാറിൽ ഏർപ്പെടാം. അങ്ങനെ ചില അക്രഡിറ്റഡ് ഏജൻസികളാണ് ഇതിന് വിരുദ്ധമായിട്ട് ഇത്തരം ചില പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഗ്യാപ്പ് എന്താണ് എന്ന് ഈ കമ്മിറ്റി കണ്ടെത്തും. അത് കൂടുതൽ കർക്കശമാക്കും, ടൈറ്റൻ ചെയ്യണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ട്രാക്കിംഗ്, ഇവരെ ട്രാക്ക് ചെയ്യുക, ഇപ്പം തന്നെ വ്യവസ്ഥയുണ്ട്, പക്ഷെ അത് ഫലപ്രദമായിട്ടില്ല എന്ന് കാണുന്നു. ഇപ്പോൾ GPS ഒക്കെ വഴി ഇവരെ ട്രാക്കിംഗ്, ഇവർക്ക് ഫെസിലിറ്റി ഉണ്ട്, ഈ ശേഖരിക്കുന്നവർക്ക് ഫെസിലിറ്റി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഈ ഏജൻസികൾ, അക്രഡിറ്റഡ് ഏജൻസികൾ മാലിന്യം ശേഖരിക്കുന്നു, എന്നിട്ടത് സബ് കോൺട്രാക്ട് ചെയ്യുന്നു, അവർ വീണ്ടും സബ് കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ തടയാനുള്ള നടപടികൾ ഈ കമ്മിറ്റിയോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിൽ നടപടി സ്വീകരിക്കും. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. അത് പൂർണ്ണമായിട്ടും ഈ കാര്യം പുനരവലോകനം ചെയ്യും. ഈ ഏജൻസികളുടെ പ്രവർത്തനം പൂർണ്ണമായും പുനരവലോകനം ചെയ്യും. നടപടിയെടുക്കേണ്ട എല്ലാ കേസിലും നടപടിയെടുക്കും. ഇപ്പം തന്നെ ഇവരെ കരിമ്പട്ടികയിൽപ്പെടുത്തി. ഇപ്പോൾ തിരുനെൽവേലിയിൽ നിന്ന് ഇത് നീക്കം ചെയ്തതിൻ്റെ ചെലവ് മുഴുവൻ കമ്പനിയിൽ നിന്ന് ഈടാക്കും. അതുപോലെ 383 ടൺ മാലിന്യം ക്ലീൻ കേരള കമ്പനി തിരുനെൽവേലിയിൽ നിന്ന് നീക്കം ചെയ്തു. 30 ലോഡാണ്. 2 ദിവസം കൊണ്ട് നമുക്ക് അത് അവിടെ നീക്കം ചെയ്യാൻ കഴിഞ്ഞു. അല്ല, നമ്മൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുക എന്നുള്ളതല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്.
സർക്കാരിന്റെ ആ, തലവേദന തമിഴ്നാട്ടിലേക്ക് ഇനി പറ്റില്ല, ഇനി എവിടെ കൊണ്ട് തട്ടുമെന്നല്ല, അങ്ങനെ തട്ടാൻ പറ്റില്ല, എവിടെയാണെങ്കിലും പറ്റില്ല. അത് അല്ല, ഏജൻസികളെല്ലാം ഈ ഏജൻസികളെല്ലാം ആ സംവിധാനമുണ്ട് എന്ന് ആ, ഉറപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവരെ അക്രഡിറ്റ് ചെയ്തിട്ടുള്ളത്. ആ സംവിധാനം ആ, ഉണ്ടെന്ന് ഉറപ്പുവരുത്തും, അതിനുള്ള സംവിധാനം ഉണ്ടെന്ന് ഉറപ്പുവരുത്തും. ഇപ്പൊ ജൈവമാലിന്യം വലിയ തോതിൽ ഈ പന്നി ഫാമിലേക്കൊക്കെ ഏജൻസികൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നോൺ ബയോ അങ്ങനെയല്ല. അതിപ്പോ ഇന്ന് മനസ്സിലായില്ലേ? ഇന്ന് ഡംപ് ചെയ്തിട്ടുണ്ടല്ലോ കൊണ്ടുപോയിട്ട്. ഇന്ന് ആ, ഒരു എവിടെയത് സ്ഥലം? കിംസ് ഹോസ്പിറ്റലിന്റെ, ഞാൻ ആസ്പത്രിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ആ, ഇപ്പൊ ഒരു പ്രശ്നം ഇപ്പൊ ഇന്ന് വന്നിട്ടുണ്ട്. അത് കോർപ്പറേഷനോട് നടപടി എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതാണ്, റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് കോർപ്പറേഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള മാലിന്യങ്ങൾ പൂന്തി റോഡിന് സമീപം കുഞ്ചുവീട് ലൈൻ എന്ന സ്ഥലത്ത് നിക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ്. അപ്പോൾ 2 വാഹനങ്ങൾ സ്ക്വാഡ് പിടികൂടിയിട്ടുണ്ട്, ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, റെയിൽവേയുടെ മാലിന്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥരും എല്ലാം സന്ദർശിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ആമേഴഞ്ചാൻ തോടിന്റെ സമയത്ത് ചൂണ്ടിക്കാണിച്ചത്. ഒരു പാഠവും റെയിൽവേ പഠിച്ചില്ല എന്നല്ലേ ഇപ്പൊ ഇത് കാണിക്കുന്നത്. ഒരു പാഠവും പഠിച്ചില്ല, പക്ഷെ അവകാശപ്പെടുന്നത് എന്താ? എല്ലാ ക്രമീകരണവും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ഇതുപോലൊരു പ്രശ്നം വന്നു, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട്, കോർപ്പറേഷന്റെ തന്നെ അധീനതയുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഏതാനും ഒരു മാസം മുമ്പ് മറ്റോ റെയിൽവേയുടെ മാലിന്യം തള്ളിയിട്ടുണ്ട്. അപ്പൊ അതില് റെയിൽവേ ആണോ എന്നൊന്നും നോക്കില്ല. നിയമം റെയിൽവേക്കും ബാധകമാണ്, സാധാരണ പൗരന്മാർക്കും ബാധകമാണ്. നിയമാനുസൃതമുള്ള ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് ഇഷ്യൂ ചെയ്തു എന്നാണ്, അതിന്റെ കോപ്പിയാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല, ഇതില് ഈ കൊണ്ടുപോയി തള്ളിയ ഏജൻസി വാഹനങ്ങൾക്ക് കൊടുത്ത പാസിന്റെ പകർപ്പും ഇപ്പൊ കൈവശം കിട്ടിയിട്ടുണ്ട്. അപ്പൊ റെയിൽവേക്ക് ഒരു തരത്തിൽ ഇതിന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് ചർച്ച ചെയ്തിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇതിനാവശ്യമാണെന്ന് കണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ച് വിവിധ മന്ത്രിമാർ ഇരുന്ന് ഈ കാര്യം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതില് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ശ്രദ്ധയപ്പെടുത്താം. ഇപ്പൊ ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളും ശ്രദ്ധയപ്പെടുത്താം. ഇതുപോലുള്ള ഏത് കുറവുകളും ചൂണ്ടിക്കാണിച്ചാൽ അപ്പപ്പോൾ തന്നെ ഇടപെടാറുണ്ട്. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പൊതു വാട്സാപ്പ് നമ്പർ മാലിന്യം തള്ളുന്നവരുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അയച്ചു തരാനുള്ളതാണ്. അങ്ങനെ അയച്ചു തന്നാൽ, ആളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഫൈൻ ഈടാക്കും. 10,000 രൂപ ഫൈൻ ഈടാക്കും. വിവരം തന്നയാൾക്ക് 2,500 രൂപ റിവാർഡും ഉണ്ട്. ഇപ്പൊ മാധ്യമപ്രവർത്തകർക്ക് നൽകാം, വിവരം നൽകാവുന്നതാണ്. പക്ഷെ മാലിന്യത്തിന്റെ മാത്രം ചിത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. ഇത് ആരാണ് തള്ളുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ പറഞ്ഞ വിവിധ വകുപ്പുകൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ നല്ല ഏകോപിതമായിട്ടുള്ള പ്രവർത്തനം പൊതുവിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ KSRTC കാര്യമായിട്ട് ഇക്കാര്യത്തിലൊരു മുൻകൈ എടുത്തിട്ടുള്ള വകുപ്പാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും നല്ല മുൻകൈ ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ വിവിധ വകുപ്പുകളുടെ മുൻകൈയിൽ ടൂറിസം ഇതിൽ മുൻകൈ എടുത്തിട്ടുണ്ട്. ടൂറിസം കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിശ്ചയിച്ചു തന്ന ലക്ഷ്യങ്ങളുണ്ട്. കവലകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, സർക്കാർ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, ഇതെല്ലാം മാലിന്യമുക്തമാക്കാൻ ഘട്ടം ഘട്ടമായിട്ടുള്ള തീയതികൾ വരെ, ഒരു ടാർഗറ്റ് വരെ, ടൈം ലൈൻ വരെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിഷയം ചോദിക്കാം. ഞാൻ ഇന്ന് രാവിലെ ആ വാർത്ത കണ്ടപ്പോൾ മൂക്കത്ത് വിരൽ വെക്കാൻ തോന്നി.
ഏതെങ്കിലും ഒന്നുകിൽ വസ്തുത മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യണം, അതല്ലെങ്കിൽ ബോധപൂർവമാണ് ചെയ്യുന്നതെങ്കിൽ മര്യാദയുടെ ഒരു കണികയെങ്കിലും അതിലുണ്ടാവണം. കാരണം കേട്ടാൽ എന്താ തോന്നുക, ആലപ്പുഴയിലെ ഡെപ്യൂട്ടി കമ്മീഷണറെ തെരഞ്ഞുപിടിച്ച് സ്ഥലം മാറ്റി ഈ കേസെടുത്തതിന്റെ പേരിൽ എന്നല്ലേ? 15 ഡെപ്യൂട്ടി കമ്മീഷണർമാരെയും 23 കമ്മീഷണർമാർ, ഈ 15 പേർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർമാരായും 23 പേർക്ക് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാരുമായിട്ടുള്ള പ്രൊമോഷൻ ട്രാൻസ്ഫറാണ് നടന്നത്. ആ പ്രൊമോഷൻ ട്രാൻസ്ഫർ DPC കൂടാൻ വൈകിയതുകൊണ്ടാണ് പ്രൊമോഷൻ വൈകിയത്. അല്ലെങ്കിൽ ഇത് നേരത്തെ നടക്കുമായിരുന്നു, ഇതേ ട്രാൻസ്ഫർ നേരത്തെ നടക്കുമായിരുന്നു. DPC കൂടാൻ വൈകിയപ്പോൾ അത് വൈകി. ഈ കലണ്ടർ വർഷം നടപ്പാക്കേണ്ടതാണ്, അല്ലെങ്കിൽ വീണ്ടും DPCയിലേക്ക് പോകണം. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇന്നലെ തന്നെ ഈ ഉത്തരവ് ഇറക്കിയത്. അപ്പോൾ ഇതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് കണ്ടാൽ തോന്നുന്ന ഒരൊറ്റ ആളെ മാത്രം പിടിച്ച് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം പറഞ്ഞതിൻ്റെ സ്പിരിറ്റൊക്കെ പോവും. പക്ഷെ അതൊരു മര്യാദയില്ലാത്ത മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഇത് പറയാൻ പറ്റും. ഞാൻ രാവിലെ ഈ വാർത്ത കണ്ട പന്തം വിട്ടു. ഇതൊരു പക്ഷേ 3-4 ദിവസം മുമ്പ് ഇറങ്ങുമായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണത്. മന്ത്രി കണ്ട് അപ്രൂവ് ചെയ്യേണ്ടതാണല്ലോ ലിസ്റ്റ്, DPC കൂടി അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരം. അപ്പോൾ പ്രൊമോഷൻ വരുമ്പോൾ വേറെയും പല ആളുകളെ മാറ്റേണ്ടി വരും, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒരു തരത്തിലും ഇതിൽ ഒരു രാഷ്ട്രീയം ആരോപിക്കാനോ ഭരണപരമായ ഇടപെടൽ ആരോപിക്കാനോ കഴിയാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ ഇതെടുത്തിട്ടാവാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിലൊക്കെ ഒരു ദുരുദ്ദേശമാണ് വ്യക്തമാവുന്നത്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ വളരെ ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഒരു അതിരും പരിധിയും ഉണ്ട് എന്ന് ഇത് ചെയ്യുന്ന ആളുകൾ ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ അതിലേക്കൊന്നും കേസിന്റെ ഒരു കാര്യത്തിലേക്ക് ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അതിന്റെ വഴിക്കാണല്ലോ നടന്നിട്ടുള്ളത് ഇതുവരെ. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ആക്ഷേപം ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ പോരാ, ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സർക്കാരിന്റെ പടലേക്ക് കൊണ്ടുവന്ന് വെക്കണമല്ലോ, അല്ലേ? ആ സർക്കാരിന്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുബുദ്ധിയും കുതന്ത്രമല്ലേ കാണിച്ചത്? മര്യാദയുടെ കണികയില്ലാത്തൊരു വാർത്ത എന്നേ ഇനി പറയാൻ പറ്റൂ. കാരണം ഇത് അറിയാതെ പറ്റുന്നതാന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ട്രാൻസ്ഫർ ലിസ്റ്റ് ഇന്നലെ ഇറങ്ങി, ഒന്നല്ലല്ലോ, ഒന്നിച്ചല്ലേ ലിസ്റ്റ് ഇറങ്ങിയത്. അപ്പൊ ഇത് മാത്രം എടുത്തു കൊടുക്കുന്നെങ്കിൽ എന്തുമാത്രം കുരുട്ട് ബുദ്ധിയായിരിക്കണത്. ഞാൻ കേസിന്റെ ഒരു മെറിറ്റിലേക്കും ഇപ്പൊ പോകുന്നില്ല, അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. സൈബർ ആക്രമണത്തിന്റെ കാര്യമൊക്കെ നമ്മളെല്ലാം അതിന് ഇഷ്ടംപോലെ ഇരയായിട്ടുള്ള ആൾക്കാരാണ്. അതിപ്പോ ഇപ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഓരോരുത്തർക്കും വരുമ്പോൾ മാത്രം അവർക്ക് പൊള്ളൂ. അങ്ങനെ കാണരുത് അത്തരം കാര്യങ്ങളെ. ഏതാ ഈ പുതുവർഷ തലേന്ന് നമ്മൾ ഇനി അത്തരം കാര്യങ്ങളിലേക്ക് പോണോ? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണിതും. അതിനുശേഷം ഇത് കേട്ടാൽ തോന്നുക കേരളത്തിൽ ആകെ നടന്നൊരു രാഷ്ട്രീയ കൊലപാതകം അത് മാത്രമാണെന്നാണ്. ഈ തിരുവനന്തപുരത്ത് 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു, മിഥിലാജും ഹക്കും. ഈ മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല വേദന ഉണ്ടായിട്ടുണ്ടോ? ഷിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വെട്ടിനുറുക്കി കൊന്നത് നാദാപുരത്തല്ലേ? അതില് 7 പ്രതികളെ മുസ്ലിം ലീഗുകാരെ ശിക്ഷിച്ചത് ഇപ്പോഴടുത്താണ്. ഇങ്ങനെയുള്ള ആഘോഷമൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ ചോരയിലും കൊലയിലും പോലും നിങ്ങൾ ഈ ഇടത് വിരോധമല്ലേ കാണിക്കുന്നത്? ഇടതുപക്ഷക്കാരൻ വിരോധിച്ചാൽ കൊള്ളാം, കൊല്ലപ്പെട്ടാൽ കൊള്ളാം, അതിൽ ഗൂഢമായിട്ട് ആഹ്ലാദിക്കുകയാണ് മാധ്യമങ്ങൾ. ഇടതുപക്ഷക്കാരന്റെ ചോര വീഴുമ്പോൾ ആഹ്ലാദിക്കുന്നു. ചോരയിൽ വിഷം കലർത്തരുത്, മരണത്തിൽ വിഷം കലർത്തരുത്. ചില കൊലപാതകം അപലപനീയം, ചില കൊലപാതകം ആഹ്ലാദിക്കേണ്ടത് എന്ന നിലയിലല്ലേ മാധ്യമങ്ങൾ പലരും എടുക്കുന്നത്. ഞാൻ ഈ ആഘോഷമൊന്നും കണ്ടില്ലല്ലോ.
ഹക്കിന്റെയും മിഥിലാജിന്റെയും മരണത്തിന്റെ സന്ദർഭത്തിൽ ധീരജ് എന്നൊരു ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയല്ലേ കൊന്നത്? എന്റെ കുട്ടികളിലാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. പ്രൈം ടൈം ചർച്ച ഉണ്ടായോ? നിങ്ങളുടെ ഈ പറഞ്ഞ ധാർമ്മിക രോഷം എവിടെയും കണ്ടില്ലല്ലോ, അല്ലേ? പിന്നെന്താ പറഞ്ഞത്? ധീരജിന്റെ മറ്റേ കൊലപാതകികളെ സംരക്ഷിക്കും, ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞില്ലേ? കൊലപാതകി പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, പേരെനിക്കറിയാം. നിങ്ങൾക്കും പറയാറില്ലെങ്കിൽ അറിയായിരിക്കും പേര്. ആ പ്രതി ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യപ്രചാരകനായിരുന്നില്ലേ? ഔട്ട്റീച്ച് സെല്ലിന്റെ ചുമതലക്കാരനാക്കിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു CPM ആണ് ഇങ്ങനെ ചെയ്തത് എങ്കിൽ, KPCC പ്രസിഡന്റിന് പകരം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞതെങ്കിൽ, നിങ്ങളെല്ലാം വെളിച്ചപ്പാടുമാരായിട്ട് മാറുമായിരുന്നില്ലേ? എന്തൊരു തരത്തിലുള്ള നഗ്നമായ പക്ഷപാതിത്വമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നാട്ടുകാർ കാണുകയല്ലേ? ഓരോ കാര്യത്തിലെടുത്ത് നോക്കിയാൽ ഈ പക്ഷപാതിത്വം കാണിക്കല്ലേ? ഇടതുപക്ഷത്തിന്റെ അന്ത്യം കാണാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ്. ആളുകൾ എങ്ങനെ വിചാരിച്ചാലും വിരോധമില്ല എന്നതാണ്. ഇടതുപക്ഷക്കാരൻ മരിച്ചാൽ, അവരെ കൊന്നാൽ ഞങ്ങൾ മിണ്ടില്ല, മറ്റതാണെങ്കിൽ ആഘോഷമാക്കും. എല്ലാ അതിരും വിട്ടിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധതയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഇരട്ടത്താപ്പിന്റെ എല്ലാം കാരണം. ഈ ഇരട്ടത്താപ്പിന്റെ എല്ലാം കാരണം അതാണ്. ഞാൻ ഓരോ വിശദാംശങ്ങളിലേക്കും പോകേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം മാധ്യമങ്ങൾ നൽകിയ ചില പിന്തുണയെ അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അതല്ല വസ്തുത. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ കരിവന്നൂർ എത്രമാത്രം ആഘോഷിച്ചതാണ്, അല്ലേ? EDയുടെ കേട്ടെഴുത്തുകാരും ആർപ്പുവിളി സംഘവുമായിരുന്നില്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ? ED പറഞ്ഞു കൊടുക്കുക, 2 കൈകൊണ്ടും എഴുതിയെടുക്കുക, അത് പത്രത്തിൽ വാർത്ത കൊടുക്കുക, ടെലിവിഷനിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുക. എത്ര ദിവസം ആഘോഷിച്ചു? EDയുടെ ചിയർ ലീഡേഴ്സ് ആയിട്ടല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചത്? അവസാനം ആ EDക്ക് മുഖമടച്ച് ഒന്ന് കിട്ടി, വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന മട്ടിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയപ്പോൾ കിടന്നില്ലേ ED? അപ്പോഴോ മാധ്യമങ്ങൾ വാർത്ത മുക്കി, നിങ്ങൾ മുങ്ങി. ഇങ്ങനെ ഇരട്ടത്താപ്പിന്റെ എത്രയെത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഇപ്പതാ ഈ വയനാട്ടിൽ DCC ട്രഷറർ മകനും ആത്മഹത്യ ചെയ്തില്ലേ? ഒരു വരി വാർത്ത നിങ്ങൾ ആരെങ്കിലും കൊടുത്തിട്ട് ഈ ചോദ്യമൊക്കെ ചോദിച്ചാൽ മറുപടി പറയാം. ഒരു വരി വാർത്ത കൊടുത്തോ? ഇങ്ങനെയാകുമായിരുന്നോ CPMന്റെ ഏതെങ്കിലും ഒരു നേതാവാണ് ആത്മഹത്യ ചെയ്തത് എന്നിട്ടൊരു MLAയുടെ പേരും ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആഘോഷിക്കുമായിരുന്നത്? KPCCയുടെ ഒരു സെക്രട്ടറി വയനാട്ടിൽ ജയിലിൽ കിടക്കുന്നുണ്ട്. നാട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയോ? അറിയാത്തതിന് കടപ്പാട് ആരോടാ? നിങ്ങളോടാണ്. ഞാൻ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞു, മാധ്യമങ്ങളോടാണ് കടപ്പാട്. അത് പുറത്തറിയാതെ അതീവ രഹസ്യമായിട്ട് സൂക്ഷിച്ചതിൽ. എബ്രഹാം KPCC ജനറൽ സെക്രട്ടറിക്ക് പകരം CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് കടന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെയായിരിക്കുമോ നിങ്ങളത് കൈകാര്യം ചെയ്യുമായിരുന്നത്? ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്താൻ തോന്നുന്നു. അല്ല, മറ്റ് പ്രൊമോഷൻ വരുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം സർക്കാരിനുള്ളതല്ലേ ഉദ്യോഗസ്ഥന്മാര്? പതിവായിട്ട് നടക്കുന്നതല്ലേ അത്. ആ ഉദ്യോഗസ്ഥന് ആക്ഷേപം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് നിങ്ങൾ എത്ര വേണമെങ്കിൽ ചകഞ്ഞ് നോക്കിക്കോളൂ. എത്ര ചകഞ്ഞാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കില്ല. സർക്കാരിന്റെ സാധാരണ നടപടിക്രമം പാലിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കും ഇതുവരെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ലല്ലോ അത്തരം ഒരു കാര്യത്തിൽ ഇടപെടലുണ്ടായി എന്നുള്ളത്. എത്ര കാര്യക്ഷമമായും നീതിപൂർവകമായിട്ടും എക്സൈസ് പ്രവർത്തിച്ചു എന്നുള്ളതിൽ കാണിക്കേണ്ട. അത് അഭിനന്ദിക്കുന്നതിന് പകരം ഈ ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞില്ലേ? ഞാനൊരു കവിവാക്യം ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. അതിനി മാധ്യമപ്രവർത്തകരെ കൊതുകിനോട് ഉപമിച്ചു എന്ന് പറഞ്ഞിട്ട് വിവാദം വരരുത്. അതാണ് ഇതിലൊക്കെ കാണിക്കുന്നത്. സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, എക്സൈസ് അക്കാര്യത്തിൽ ഒരു മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്ന അഭിനന്ദനമൊന്നും നിങ്ങളിൽ നിന്ന്
ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇടതുപക്ഷത്തിന് ഒരു അഭിനന്ദനവും കിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. കല്ലേറ് മാത്രമേ കിട്ടൂ. അഭിനന്ദനം ആഗ്രഹിക്കുന്നുമില്ല. പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്, അഭിനന്ദനം കിട്ടിയാൽ സൂക്ഷിച്ചോളണം, എന്തോ പെശക് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അർത്ഥം. പക്ഷെ ആദ്യം പറഞ്ഞതിൽ മാറ്റമില്ല കേട്ടോ. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട്. അതിനെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാര്യമായി തന്നെ മാധ്യമങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതിന് ആർക്കും തർക്കമില്ലാത്ത, രാഷ്ട്രീയം കാര്യമായിട്ട് കടന്നു വരാത്തൊരു വിഷയമാണല്ലോ. ഇപ്പൊ പോലീസ് അന്വേഷണം നടക്കുകയാണല്ലോ. വളരെ ഗൗരവമുള്ള കാര്യമാണ്. പോലീസ് അന്വേഷണം നടക്കട്ടെ. ബാക്കി എന്തെങ്കിലും പരിശോധനകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ പരിശോധന നടത്തും. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിക്കും. ഇപ്പൊ അങ്ങനെയുള്ള പരാതിയൊന്നും വന്നിട്ടില്ല. അതില് സർക്കാരിന് അക്കാര്യത്തിലൊക്കെ തുറന്ന സമീപനമാണുള്ളത്. വളരെ ദാരുണമായിട്ടുള്ള അപകടമായി പോയി, ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അതിന്റെ കാരണങ്ങൾ എന്താന്നുള്ളത് പരിശോധിക്കാം. എന്ത് പരിശോധനയും കറക്റ്റീവ് സ്റ്റെപ്സും എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആ കാര്യത്തിൽ. അവരെത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ വിവിധ വകുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓരോ വകുപ്പും ഇത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ യോഗത്തിലെടുത്ത തീരുമാനം നടപ്പാക്കും. ആ തീരുമാനം അത് എല്ലാ വകുപ്പും ചേർന്ന് നടത്തേണ്ടതാണ്. അതെ, മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ട്, അത് നടപ്പാക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളുമായി. ഇപ്പോൾ ഇനി അവസാനിപ്പിക്കാമല്ലോ അല്ലേ? ശരി, താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സരാശംസകൾ.